ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പരീക്ഷയും ഇൻ്റർവ്യൂവും ഇല്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി സ്വന്തമാക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. രാജ്യവ്യാപകമായിട്ട് 28,740 ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, കേന്ദ്ര തപാൽ വകുപ്പിൽ ഗ്രാമീണ ഡാക് സേവകത GDS എന്ന തസ്തികയിലേക്കാണ് യുവക്കൾക്ക് വൻ അവസരം. രാജ്യവ്യാപകമായിട്ട് 28,740 ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. എഴുത്ത് പരീക്ഷ അഭിമുഖം ഇല്ലാതെ 10ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ജനുവരി 31 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നും അന്ന് മുതൽ ഫെബ്രുവരി 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നുള്ളതുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഒഴിവുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, ഡാക് സേവക് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുക. സർക്കാർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും ഇതൊരു മികച്ച അവസരമായിരിക്കും. 28,740 ഒഴിവിലേക്കാണ് കേരളത്തിൽ ഏകദേശം 1,691 ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത്. അംഗീകൃത ബോർഡിൽ നിന്നും 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഗണിതം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് പ്രായപരിധി. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് നിയമനം. BPM തസ്തികയ്ക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം. ABPM, ഡാക് സേവക് എന്നീ തസ്തികയിലേക്ക് 10,000 മുതൽ 24,470 രൂപയുമാണ് ലഭിക്കുക. അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും സൈക്കിൾ ഓടിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. കൂടാതെ പ്രാദേശിക ഭാഷ അഥവാ മലയാളം 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം. അതുകൂടാതെ തപാൽ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.indiapost.gov.in എന്ന വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ജനറൽ OBC വിഭാഗക്കാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സ്ത്രീകൾ, SC/ST വിഭാഗക്കാർ, അതുപോലെ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് നൽകേണ്ടതില്ല. ഫെബ്രുവരി 28 ആദ്യം മെറിറ്റ് ലിസ്റ്റ് പുറത്തു വരും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഔദ്യോഗിക വിജ്ഞാപനം വരുന്നവരെ കാത്തിരിക്കുക. ഓക്കെ.